ലാസ്റ്റ് ഒരു 5 years ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ജർമ്മനി ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് സ്റ്റഡി ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. 2018 തൊട്ടിട്ട് 2022 വരെയുള്ള ഡാറ്റ കമ്പയർ ചെയ്യുകയാണെങ്കിൽ 2018 ഒരു 20,000 മാത്രമായിരുന്ന സ്റ്റുഡൻസ് 2022 ആയപ്പോഴേക്ക് ഏകദേശം ഒരു 43,000 അടുത്തെത്തി. സോ ഒരു ഇൻക്രീസിങ് ട്രെൻഡ് തന്നെ നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റ് ഒരു 5-6 years ആയിട്ട് ഞാൻ ഈ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. യൂണിവേഴ്സിറ്റീസ് ആയിട്ട്, ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആയിട്ട് ഈ ഒരു ഡൊമൈനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ കണ്ട സ്പെസിഫിക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഹ്യൂജ് ഗ്യാപ്പ് ഉണ്ട്. സ്റ്റുഡൻസിന് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടും അവർക്ക് കിട്ടുന്ന ഒരു ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതായത് അവർക്ക് സ്റ്റുഡൻസിന് എന്താണോ വേണ്ടത് അത് പ്രോപ്പറായിട്ട് സ്റ്റുഡൻസിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല എന്നുള്ളൊരു ഗ്യാപ്പ് അവിടെ എവിഡൻ്റ് ആയിട്ട് കാണാം. സ്പെസിഫിക്കലി ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റീസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് കൊടുക്കുന്ന കൺസൾട്ടൻസീസ് ആണെങ്കിലും ആ ഒരു ഗ്യാപ്പ് നമുക്ക് വളരെയധികം അവിടെ കാണാൻ പറ്റും. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ആണ്, ഫ്രീ ആണ്, എവറിത്തിങ് ഇസ് ഫൈൻ, ഐ അഗ്രി ടു ദാറ്റ്. പക്ഷേ സ്റ്റുഡൻറ്റ് പഠിക്കാൻ പോകേണ്ടത് അവർക്ക് താല്പര്യമുള്ള കോഴ്സാണ്. അവർക്ക് ഇതിൽ അവരുടെ യൂണിവേഴ്സിറ്റി സെലക്ഷൻ തൊട്ടിട്ട്, കോഴ്സ് സെലക്ഷൻ തൊട്ടിട്ട്, യൂണിവേഴ്സിറ്റി സെലക്ഷൻ തൊട്ടിട്ട് അവർക്ക് എന്താണോ ഫ്യൂച്ചറിസ്റ്റിക്കലി വേണ്ടത്, ഒരു ജോബ് പെർസ്പെക്റ്റീവിൽ എന്താണോ, ഇതിന് പ്രോപ്പറായിട്ട് എല്ലാ സ്റ്റേജിലും സ്റ്റുഡൻറ്റിന് ഒരു സേ വേണം. പക്ഷേ ഇന്ന് നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ ഒരു സ്റ്റുഡൻ്റ് ഒരു കൺസൾട്ടൻസീനെ സ്പെസിഫിക് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്ന സമയത്തേക്ക് കണ്ടുവരുന്ന ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ്, ഏത് യൂണിവേഴ്സിറ്റി കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല, ഏത് കോഴ്സ് കിട്ടും എന്നുള്ളത് പറയാൻ പറ്റില്ല, ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ നിങ്ങളടുത്ത് പറയുന്നില്ല എന്നുള്ളൊരു അപ്രോച്ചാണ് പല കൺസൾട്ടൻസീസും എടുക്കുന്നത്. ജനറലായിട്ട് പറയില്ല, പക്ഷേ ഓൺ ആൻഡ് ഒരു എന്താ പറയുക, ഒരു ഇൻക്രീസിംഗ്ലി നമ്പർ ഓഫ് കൺസൾട്ടൻസീസ് ആർ വർക്കിംഗ് ഓൺ ദാറ്റ് ലൈൻസ്. അവിടെയാണ് ആക്ച്വലി എൻമാൻസിൻ്റെ ഒരു തോട്ട് ഒന്ന് ഡിറൈവ് ചെയ്ത് വരുന്നത് അവിടെ നിന്നാണ്. ആക്ച്വലി ഞാൻ നോക്കുന്ന സമയത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റുഡൻറ്റിൻ്റെ ഇൻവോൾവ്മെൻറ്റിൽ പഠിക്കേണ്ടത് അവരാണ്. സോ അവർക്ക് ഓരോ സ്റ്റെപ്പിലും, യൂണിവേഴ്സിറ്റി സെലക്ഷൻ തൊട്ടിട്ട് കോഴ്സ് സെലക്ഷൻ തൊട്ടിട്ട് ഇതിൻ്റെ അപ്ലിക്കേഷൻ പ്രോസസ്സിലും ഓരോ സ്റ്റെപ്പിലും അവർക്ക് പ്രോപ്പറായിട്ടൊരു സേ വേണം, അല്ലെങ്കിൽ അവർക്കൊരു പ്രോപ്പറായിട്ട് അവയർനെസ് വേണം. അങ്ങനെയാണ് ആക്ച്വലി എൻമൈൻസ് എന്നുള്ളൊരു തോട്ട് ഡിറൈവ് ചെയ്തിട്ട് 2022 നമ്മൾ എൻമൈൻസ് ആസ് എ കൺസൾട്ടൻസി, ആസ് എൻ എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി നമ്മൾ ഫോം ചെയ്യുന്നത്. കഴിഞ്ഞ ഒരു 2 വർഷത്തിൻ്റെ ഇടയിൽ നമുക്ക് ഏകദേശം ഒരു 200-250 സ്റ്റുഡൻസിൻ്റെ അടുത്ത് ജർമ്മനിയിലെ പല യൂണിവേഴ്സിറ്റിയിലും, ജർമ്മനിയിലെ ടോപ്പ് പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. അങ്ങനെ വരുന്ന സമയത്തേക്ക് നമ്മൾ അവിടെയൊക്കെ ഞാൻ യൂസ് ചെയ്ത ഒരു ഫിലോസഫി ഇത് തന്നെയാണ്. അതായത് സ്റ്റുഡൻറ്റിന് അവർക്ക് ഒരു പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിങ് വേണം. ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണ് അവർ പോകുന്നത്, ഏത് കോഴ്സ് പഠിക്കാനാണ് അവർ പോകുന്നത്, ഈ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് പെർസ്പെക്റ്റീവ് എന്തായിരിക്കും, ഇവർ പോകുന്ന യൂണിവേഴ്സിറ്റിൻ്റെ ലൊക്കേഷൻ എന്താണ്, അവിടെ പോവുകയാണെങ്കിൽ ഒരു പാർട്ട് ടൈം അവൈലബിലിറ്റി എന്താണ്, ഇങ്ങനെയുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടൊരു ട്രാൻസ്പാരൻസിയാണ് നമ്മൾ സ്റ്റുഡൻറ്റിന് കൊടുക്കുന്നത്. അത് ഓരോ സ്റ്റേജിലും ആക്ച്വലി ഇപ്പം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു സ്പെസിഫിക് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത, അല്ലെങ്കിൽ നമുക്ക് സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയ ഒരു ഡിഫറെൻ്റ് ആയിട്ട് വേയിൽ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടും കൂടെ നമ്മൾ സ്റ്റുഡൻസിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരുപാട്. അപ്ലൈ ടു പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ബൈ യുവർ സെൽഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു യുണീക്ക് പ്രോഗ്രാം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റുഡൻസ് അവർക്ക് ഒറ്റയ്ക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരുണ്ട്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ടും, അതായത് പ്രോപ്പർ റിസർച്ചിന് ഇല്ലായ്മ കൊണ്ടും, അല്ലെങ്കിൽ ഒരു പ്രോപ്പറായിട്ട് അവയർനെസ് ഇല്ലായ്മ കൊണ്ടും ഒരുപാട് കൺസൾട്ടൻസീസിൻ്റെ ഹെൽപ്പ് എടുക്കേണ്ട സ്റ്റുഡൻസ്, അതായത് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽപ്പല്ല, കൺസൾട്ടൻസീസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്ന സ്റ്റുഡൻസിനെ നമുക്ക് ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഇനി അതല്ല, അവർക്ക് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, മേ ബി ഇപ്പം ഒരു ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ എപ്പോഴും ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അപ്പോൾ ആ ഒരു കോംപ്ലിക്കേഷൻസ് നമ്മൾ ട്രാൻസ്പാരൻ്റ് ആയിട്ട് സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുന്നു. സ്റ്റുഡൻസിന് കുറച്ചും കൂടെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ പ്രൊഫൈൽ ബിൽഡിംഗ് ആക്ടിവിറ്റീസ്, ഇപ്പോൾ ജർമ്മനിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഫ്യൂച്ചറിസ്റ്റിക്കലി അവർക്കൊരു ജോബ് പെർസ്പെക്റ്റീവിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വർക്ക് ചെയ്യണം എന്നുള്ള സ്റ്റുഡൻസിന് നമ്മൾ എൻഡ് ടു എൻഡ് കംപ്ലീറ്റ് ആയിട്ട് പ്രോസസ്സും ചെയ്തു കൊടുക്കണം. അപ്പം ഒരു ലാസ്റ്റ് ഒരു 2 years, അതായത് എൻമൈൻസ് നമ്മൾ ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു 10-15 വർഷത്തിൽ വന്നതിനേക്കാളും ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് കഴിഞ്ഞ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് ജർമ്മനിയുടെ കേസിൽ കാണാം. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ APSൻ്റെ ഇൻട്രൊഡക്ഷനാണ്. നമ്പേഴ്സ് കൂടിയത് കൊണ്ട് തന്നെ ചൈനയായിരുന്നു ശരിക്കും, ഇതിൻ്റെ മുമ്പേ ചൈനയായിരുന്നു ഇന്ത്യൻ സ്റ്റുഡൻസിനേക്കാളും കൂടുതൽ ജർമ്മനിയിലേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻറ്റ് ഗ്രൂപ്പ്. ആക്ച്വലി ചൈനയിലേക്ക് മുന്നേ തന്നെ അവർ APS സർട്ടിഫിക്കറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. APS സർട്ടിഫിക്കറ്റ് ബേസിക്കലി നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ, അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു വാലിഡിറ്റി ചെക്ക് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്.
അതായത് ഫേക്ക് സർട്ടിഫിക്കറ്റ്സിനെ കൗണ്ടർ ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പിറകിലുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ. അത് ഇന്ത്യയിലേക്കും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നമ്പേഴ്സ് കൂടുമ്പോൾ ഡെഫിനറ്റായിട്ടും ഫേക്ക് സർട്ടിഫിക്കറ്റ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ അത് ഒന്ന് വാലിഡേറ്റ് ചെയ്യുന്നൊരു പ്രോസസ്സാണ് APS എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ IELTS അല്ലെങ്കിൽ ലാംഗ്വേജ് റിക്വയർമെൻറ്റ്, IELTS അല്ലെങ്കിൽ TOEFLൻ്റെ ഇൻട്രൊഡക്ഷനാണ്. മുമ്പ് നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻസ് വെച്ചിട്ട് പോകാനുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ടായിരുന്നു. ഈവൻ വിസയാണെങ്കിലും നമുക്ക് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ, അതായത് യൂണിവേഴ്സിറ്റി നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഇംഗ്ലീഷാണ് നമ്മുടെ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന സർട്ടിഫിക്കറ്റ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ IELTS റിക്വയർമെൻറ്റ് ഇല്ലായിരുന്നു. പക്ഷേ 2022 നവംബർ തൊട്ടിട്ട് IELTS മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. ജർമ്മൻ വിസയ്ക്ക് വേണ്ടിയിട്ട് IELTS അല്ലെങ്കിൽ TOEFL മാൻഡേറ്ററി ആക്കിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു ചേഞ്ച്. മൂന്നാമത് വന്നൊരു ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി നമ്പേഴ്സ്, സ്റ്റുഡൻസിൻ്റെ നമ്പേഴ്സ് കൂടുന്നതിനനുസരിച്ചിട്ട് ഡെഫിനറ്റായിട്ടും സീറ്റ്സിൻ്റെ എണ്ണം കൂടുന്നില്ല. സീറ്റ്സിൻ്റെ എണ്ണം ലിമിറ്റഡ് ആണ്. പക്ഷേ ഒരുപാട് സ്റ്റുഡൻസ് അധികം, അവർക്ക് താങ്ങാൻ പറ്റുന്നതിലധികം സ്റ്റുഡൻസ് ഓരോ യൂണിവേഴ്സിറ്റിയിലേക്കും അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ വരുന്ന സമയത്തേക്ക് സ്റ്റുഡൻസിന് അഡ്മിഷൻ ക്രൈറ്റീരിയ സ്ട്രോങ് ആക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സിറ്റീസ് എടുക്കുന്ന ഒരു സ്റ്റെപ്പ്. ആക്ച്വലി അത് നമുക്ക് എവിഡൻ്റ് ആയിട്ട് കാണാനും പറ്റും. ഇപ്പോൾ ഒരു 2 years ബാക്ക് നമുക്കൊരു 7.5 CGPA ഒക്കെ വെച്ചിട്ട് കിട്ടിയിരുന്ന യൂണിവേഴ്സിറ്റീസിൽ ഈ 2023 ആയപ്പോഴേക്ക് അല്ലെങ്കിൽ 2024 സമ്മർ ആയ സമയത്തേക്ക് നമുക്കൊരു 8.5 CGPA വെച്ചിട്ട് ഒരു അഡ്മിഷൻ കിട്ടാത്ത രീതിയിലേക്ക് വരുന്നുണ്ട്. അവിടെ തന്നെ സ്പെസിഫിക് ആയിട്ട് കുറേ കോഴ്സുകൾ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണ്ടിയിരുന്നില്ലാത്ത കോഴ്സസ് ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതായത് മിനിമം A1 A2 ലാംഗ്വേജ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട്. പിന്നെ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് എന്ന്, അതായത് ഫ്യൂച്ചറിസ്റ്റിക്കലി മേ ബി അത് ഡ്രാസ്റ്റിക്കായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസിനെ മേ ബി ഒരു നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ ഉള്ള ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ലൈക്ക് TUM, ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്ക് ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങി. ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിൽ 2024 വിൻ്റർ തൊട്ടിട്ട് പെർ സെമിസ്റ്റർ ഓൾമോസ്റ്റ് ഒരു 4,000 to 6,000 വരെ ഡിപ്പെൻഡിങ് ഓൺ ദ കോഴ്സസ് ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് മീൻസ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ഓഫ് മ്യൂണിക്കിൽ നിങ്ങൾക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ കോഴ്സ് കഴിയുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 16,000 euros യു ഹാവ് ടു സ്പെൻഡ്. പക്ഷേ അത് ഇനി വരുന്ന അടുത്ത വർഷങ്ങളിലേക്ക് ചിലപ്പോൾ കുറച്ചധികം യൂണിവേഴ്സിറ്റികളെങ്കിലും ആ ഒരു സ്യൂട്ട് ഫോളോ ചെയ്യാനുള്ള ഒരു ചാൻസസ് പ്രോബബിലിറ്റി കാണുന്നുണ്ട്. അങ്ങനെ ഒരു ടോക്ക് ജർമ്മനിയിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അതായത് പബ്ലിക് യൂണിവേഴ്സിറ്റീസ് ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള, എല്ലാ പബ്ലിക് യൂണിവേഴ്സിറ്റീസും ഇല്ലെങ്കിലും ചില പബ്ലിക് യൂണിവേഴ്സിറ്റീസ് എങ്കിലും ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ചാൻസസ് നമ്മൾ കാണുന്നുണ്ട്. അതാണ് ഒരു വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു ചേഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസ് ഡെഫിനറ്റായിട്ടും ഇത്രയധികം പോകുന്ന സമയത്തേക്ക് ചില ഏരിയകളിലെങ്കിലും പാർട്ട് ടൈം കിട്ടാനുള്ളൊരു ബുദ്ധിമുട്ട് സ്റ്റുഡൻസ് പറയാറുണ്ട്. പക്ഷേ അതൊന്ന് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ പോകുന്ന ഏരിയനെ പറ്റിയിട്ടും യൂണിവേഴ്സിറ്റീനെ പറ്റിയിട്ടും നിങ്ങൾക്കൊരു നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കില്ല. ഇത്രയാണ് ജർമ്മനിയുടെ കേസിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ്. എൻമൈൻസിൻ്റെ ഒരു വിഷൻ വെച്ചിട്ട് ഒരുപാട് ഈ 2 വർഷം ഞാൻ തിരിഞ്ഞു നോക്കുന്ന സമയത്തേക്ക് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയതിൽ ഐ എം റിയലി ഹാപ്പി ആക്ച്വലി. ഇനിയും അങ്ങോട്ട് ഒരുപാട് സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. ഹായ്, എൻ്റെ പേര് ഷഹീൻ. ഞാനൊരു 1.5 വർഷമായിട്ട് ഇവിടെ മാനേജറായിട്ട് വർക്ക് ചെയ്യാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കഴിഞ്ഞൊരു 3-4 years ആയിട്ട് കോവിഡിന് ശേഷം നമ്മുടെ നാട്ടിൽ ഒരു എബ്രോഡ് സ്റ്റഡീസ് എന്ന് പറയുന്നത് തന്നെ വളരെ ബൂമിംഗ് ആയിട്ടുള്ളൊരു ഫീൽഡാണ്. അതിൽ തന്നെ പല കൺട്രീസ് ഉണ്ടായിരുന്നു. ഇപ്പം റീസെൻ്റ് ആയിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ജർമ്മനിയാണ് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് എസ്പെഷ്യലി അതിൽ മുമ്പിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് വരുന്ന സ്റ്റുഡൻസിൻ്റെ കേസിലാണെങ്കിലും നമുക്കൊരു കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് ധാരാളം സ്റ്റുഡൻസ് വരുന്നുണ്ട് ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിൻ്റെ അഡ്മിഷൻ്റെ കേസിൽ. നമുക്ക് നമ്മുടെ ഒരു വർക്കിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് കുട്ടികളെ പറഞ്ഞയക്കാതെ എല്ലാ ആളുകൾക്കും അവരുടേതായ രീതിയിൽ അവരുടെ ഒരു കരിയർ ഗോൾസ് ഉണ്ടാവും. അവർക്ക് ഏത് യൂണിവേഴ്സിറ്റി പഠിക്കണം, അത് ഏത് കോഴ്സ് ചെയ്യണം, അങ്ങനത്തെ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും സ്റ്റുഡൻസ് വരുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ അവരെ ഏതെങ്കിലും ഒരു ജർമ്മൻ പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കാതെ അവരുടെ കരിയർ ഗോൾസ് എന്താണ് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിന് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മോട്ടോ ആയിട്ട്, ബേസിക് മോട്ടോ എന്ന് പറഞ്ഞാൽ. അതായത് ഓരോ സ്റ്റുഡൻസിനുള്ള അവരുടെ കരിയർ ഗോൾസ് എന്താണോ അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി അവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഒരു അഡ്മിഷൻ കൊടുക്കാതെ അവർക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അതായത് ഇപ്പം നമുക്ക് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്, അപ്ലൈഡ് സയൻസ് യൂണിവേഴ്സിറ്റി ഉണ്ട്. ആ വരുന്ന സ്റ്റുഡൻസിൻ്റെ ഒരു പ്ലാൻ എങ്ങനെയാണ്, അതായത് ചില ആളുകൾക്കാണെങ്കിൽ നമുക്ക് അക്കാഡമിക്കലി എക്സൽ ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ ഒരു ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത്. ജർമ്മനിലെത്തിയതിന് ശേഷം നല്ലൊരു ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അതിനുശേഷം ലൈഫിലുണ്ടാവുന്ന ബെറ്റർമെൻറ്റായിരിക്കും അവരുടെ ഒരു പ്ലാൻ ഉണ്ടാവുക. അപ്പോൾ ആ രീതിയിൽ വരുന്ന സ്റ്റുഡൻസാണ് നമ്മൾ അവരുടെ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റീസിലേക്ക് തന്നെ, അതും മെയിനായിട്ടുള്ള സിറ്റീസിൽ ബെർലിനിലുള്ളതായിരിക്കും, അങ്ങനെ അല്ലെങ്കിൽ ഡാംസ്റ്റാറ്റ്, ട്രസ്റ്റ് എന്നൊക്കെ തുടങ്ങിയ മെയിൻ സിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുക. ഇപ്പോൾ ആഹനിലായിരിക്കും. അങ്ങനെ മെയിൻ യൂണിവേഴ്സിറ്റീസിലേക്ക് അവരെ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു
മെയിൻ ആയിട്ടുള്ള നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത്. ഇനി അതല്ല റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടല്ല, അവർ കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് ജോബ് മാർക്കറ്റിന് അവൈലബിൾ ആയിട്ടുള്ള രീതിയിലാണ് സ്റ്റുഡൻസ് പ്ലാൻ ചെയ്യണമെങ്കിൽ അവർ ആ രീതിയിൽ റിസർച്ച് അല്ലാതെ അപ്ലൈഡ് സയൻസ് ആണെങ്കിൽ മാക്സിമം നമ്പർ ഓഫ് അപ്ലൈഡ് സയൻസിൽ അവരെത്തിക്കുക. ആ ഒരു രീതിയാണ് നമ്മൾ എൻമൈൻസ് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതും മാക്സിമം യൂണിവേഴ്സിറ്റീസിലേക്ക് ഏതെങ്കിലും ഒരു സിംഗിൾ ഓഫർ ലെറ്റർ അല്ലാതെ മാക്സിമം നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിലേക്ക് അവരെ എക്സൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഒരു പെർസ്പെക്റ്റീവിലാണ് നമ്മൾ എൻമൈൻസ് കഴിഞ്ഞൊരു 1.5 വർഷമായിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഞാനിവിടെ വർക്ക് ചെയ്യണത്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ വെറുതെ ഒരു അഡ്മിഷൻ എടുത്തു കൊടുത്ത് ജർമ്മനിൽ എത്തിച്ച് അതോടെ അവരുടെ ഒരു കണക്ഷൻ ഒഴിവാക്കാതെ ഇപ്പോൾ നമ്മളിവിടുന്ന് പോയിട്ടുള്ള ഒട്ടുമിക്ക എല്ലാ സ്റ്റുഡൻസായിട്ടും ഇപ്പോഴും നമ്മൾ കറൻ്റ്ലി നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് അവരുടെ ലൈഫിലൊരു പോസിറ്റീവ് ഒരു ഇമ്പാക്റ്റ് പേഴ്സണലി എനിക്ക് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളൊരു സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. കാരണം അവരുടെ സൈഡിൽ നിന്നാണെങ്കിലും അവരുടെ ഫാമിലിൻ്റെ സൈഡിൽ നിന്നാണെങ്കിലൊക്കെ നമ്മളായിട്ടുള്ള റിലേഷൻഷിപ്പ് അത്രയും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ചില സ്റ്റുഡൻസിൻ്റെ ഒക്കെ അവിടെ ജർമ്മനിൽ എത്തിയതിന് ശേഷം അവരവിടുന്ന് പരിചയപ്പെടുന്ന സ്റ്റുഡൻസിന് ചിലപ്പം ഇതുപോലെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പബ്ലിക് യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയിട്ട് ചിലതായ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ നമ്മളെ അവർക്ക് റെഫർ ചെയ്ത് കൊടുക്കാറുണ്ട്, അവർ നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. പിന്നെ അവരുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാവുന്ന ഇപ്പം ജർമ്മനിലൊക്കെ എത്തിയതിന് ശേഷം അവരുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാവുന്ന ബെസ്റ്റ് മൊമെൻറ്റിൽ പോലും നമ്മളെ എൻമൈൻസിനെയും കൂടെ അവർ നമ്മളെ ജോയിൻ ചെയ്യിപ്പിക്കാറുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പേഴ്സണലി ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നമ്മൾ അവരുടെ ലൈഫിൽ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി അതൊരു പേഴ്സണലി അത് പറഞ്ഞറിയിക്കാവുന്നതിനെക്കാട്ടി ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളാണ്. പിന്നെ ചില സ്റ്റുഡൻസിൻ്റെ കേസിലാണ് അവരുടെ ഫ്രണ്ട്സൊക്കെ മറ്റു പല കൺട്രീസിലുണ്ടാവും. അവിടെ പോയിട്ട് ഇപ്പോൾ ഫ്രാൻസിൽ അല്ലെങ്കിൽ ഇറ്റലിയിലൊക്കെ പോയിട്ട് ചില യൂണിവേഴ്സിറ്റീസിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർ ജർമ്മനിലേക്ക് എത്താൻ വേണ്ടി എപ്പോഴും നമ്മളെ ചൂസ് ചെയ്യാറുണ്ട്. അതെപ്പോഴും നമുക്ക് വളരെ നമ്മുടെ ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യത്തിലുള്ള ആ ഒരു 100% നമ്മുടെ ജെനുവിനിറ്റി നമുക്ക് തന്നെ സ്വയം ഫീൽ ചെയ്യണ ഒരു സിറ്റുവേഷൻസാണ് അങ്ങനത്തെ ഒക്കെ. അത് ഭയങ്കര നമുക്ക് പേഴ്സണലി നമ്മൾ വർക്ക് ചെയ്യണ സമയത്ത് ഒരു ഭയങ്കര നമ്മുടെ തന്നെ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് എപ്പോഴും ഹെൽപ്പ് ചെയ്യണ ഒരു സംഭവം കൂടിയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ എൻമൈൻസിൻ്റെ വേറൊരു പ്രത്യേകമായിട്ട് നമുക്ക് സെൽഫായിട്ട് നമുക്ക് തോന്നുന്ന കേസ് എന്ന് പറഞ്ഞാൽ ജർമ്മനിലേക്ക് പോകുന്ന സമയത്ത് അപ്ലിക്കേഷൻ പ്രോസസ്സ് ഭയങ്കര സിമ്പിളല്ല, കുറച്ച് ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ളൊരു പരിപാടിയാണ്. അത് കഴിഞ്ഞതിന് ശേഷം വിസക്കൊക്കെ ശേഷം നമുക്ക് ഉണ്ടാവുന്ന ജർമ്മനിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന ഒരു ടൈം പീരീഡ് ഉണ്ട്. ഫസ്റ്റിലൊരു 2-3 വീക്സ് എന്നുള്ള സമയം നമ്മൾ ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പോയിട്ട് അവിടെ ചിലപ്പം ഫ്രണ്ട്സ് ഉണ്ടാവും, ഇല്ലാത്തൊരു സമയത്തൊക്കെ അവർ ആ ഒരു സ്റ്റേജിൽ കൂടി നമ്മൾ അവരുടെ കൂടെ നിൽക്കാറുണ്ട്. കാരണം ചില സ്റ്റുഡൻസിൻ്റെ കേസിലൊക്കെ അത് ഭയങ്കര മെൻ്റലി ഭയങ്കര ഡൗൺ ആവുന്ന അപ്സെറ്റ് ആവുന്ന ഒരു ടൈം പീരീഡാണ്. അപ്പോൾ നമ്മൾ അവരെ വെറുതെ ജർമ്മനിൽ എത്തിച്ചു, അതോടെ നമ്മുടെ പ്രോസസ്സ് തീർന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ഒരു അവിടെ എത്തിയതിന് ശേഷം ഡോക്യുമെൻറ്റേഷൻ പരിപാടി ആണെങ്കിലും അത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവുന്ന അവരുടെ ഒരു മെൻ്റൽ ആ ഒരു ജേർണിയിൽ കൂടി നമ്മളെപ്പോഴും മാക്സിമം നമ്മൾ അവൈലബിൾ ആയിട്ട് അവർക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. അത് ഡോക്യുമെൻറ്റേഷൻ്റെ ഡൗട്ടിലാണെങ്കിൽ അങ്ങനെ, അല്ലാതെ അവിടുത്തെ ബാക്കിയുള്ള നമ്മുടെ അക്കോമഡേഷൻ അല്ലാതെ അങ്ങനെ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ അവരെ മാക്സിമം നമ്മളെ കൂടെ തന്നെ നിർത്താറുണ്ട്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് പോയ പല സ്റ്റുഡൻസ് ഇപ്പോഴും നമ്മളോട് കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലാതെ നമ്മളായിട്ട് തന്നെ വളരെ നല്ല കോൺടാക്റ്റിൽ പോകുന്നുണ്ട്. അതുതന്നെയാണ് നമ്മളെ ഈ ഒരു ഫീൽഡിൽ ഭയങ്കര ഡിഫറെൻ്റ് ആക്കി വെക്കുന്നതും. കാരണം ബാക്കിയുള്ളവരെ പോലെ ഓഫർ ലെറ്റർ കൊടുത്ത് അതോടുകൂടി നമ്മുടെ പണി തീർന്നു എന്നതിനപ്പുറത്തേക്ക് അവരുടെ ആ ഒരു ജേണി ലൈഫ് ഇനി മുമ്പോട്ടുള്ള എല്ലാ സമയത്തും നമുക്ക് മാക്സിമം അവരുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്ത് പോകാമെന്നുള്ള രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അത് ഭയങ്കര അവർക്കും നല്ലതാണ്, സ്റ്റുഡൻസിൻ്റെ കേസും നമുക്കും ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ്. എൻ്റെ പേര് അപർണ. ഒരു വർഷമായിട്ട് ഞാൻ എൻമൈൻസിൽ അക്കാഡമിക് കൗൺസിലറായിട്ട് വർക്ക് ചെയ്യാണ്. നമ്മൾ സ്റ്റുഡൻസുമായിട്ട് അതായത് ജർമ്മനിയിലേക്ക് പോകുന്ന സ്റ്റുഡൻസുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളുടെ ഓരോ പ്രോസസ്സും ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവർക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുക എന്നതിലുപരി അവർക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ലൈഫുമായിട്ട് വളരെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അഡ്മിഷൻ എടുത്തു കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വൈ എൻമൈൻസ് എന്നുള്ളൊരു കാര്യം നമ്മൾ എടുത്തെടുത്ത് പറയുന്നത്. മറ്റ് ആളുകൾ ചെയ്യുന്നത് പോലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി അവർക്ക് എടുത്തു കൊടുത്ത് ആ ഒരു അഡ്മിഷൻ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ചെയ്ത് അവരെ ജർമ്മനിയിലേക്ക് എത്തിക്കുക എന്നതിനേക്കാൾ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയും അവർക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റീസ് സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് ആ ഒരു ഓഫർ ലെറ്റർ വരുമ്പം സ്റ്റുഡൻസിൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിലും കിട്ടുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ട്. അതാണ് എൻമൈൻസിൻ്റെ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഓരോ തവണ ഓരോ സ്റ്റുഡൻസിനെ നമ്മൾ കാണുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്, അവരായിട്ടൊരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എൻമൈൻസ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജേണിയിൽ അവരുടെ ഒരു പാർട്ടാവാൻ നമുക്ക് പറ്റുക എന്നുള്ളതും അത് ഏറ്റവും നല്ലൊരു ഹാപ്പിനെസ് ആണ്. അതായിരിക്കണം ഹാപ്പിനെസ്. ഒരു വർക്ക് ചെയ്യുന്നതിലുപരി അത് നമ്മുടെ ലൈഫിൻ്റെ പാർട്ടായിരിക്കണം. ആ ഒരു ജേണി എനിക്ക് എൻമൈൻസിൽ കിട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ എൻമൈൻസിൽ കാണുന്ന സക്സസ്. ഹായ്, എൻ്റെ പേര് നയൻ രാജീവ്. ഞാൻ 2018-22 ബാച്ച് മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ്.
ബിടെക് ഫ്രം APJ അബ്ദുൽ കലാം ടെക്നോളജി യൂണിവേഴ്സിറ്റി. ആഫ്റ്റർ ദാറ്റ് ഞാൻ ഏകദേശം ഒരു 1 year പ്രൊഡക്റ്റ് ഡിസൈൻ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തു. അപ്പോഴാണ് എനിക്കൊരു എൻ്റെ മാസ്റ്റേഴ്സ് എടുത്താൽ എൻ്റെ നോളജ് ഒന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആലോചിച്ച് തുടങ്ങിയത്. അപ്പം എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു മാസ്റ്റേഴ്സ് ഞാൻ എടുക്കുമ്പോൾ ഏകദേശം എൻ്റെ ആ ഒരു സ്പെഷ്യലൈസേഷൻ ഞാൻ എടുക്കുന്ന ഫീൽഡിൽ എനിക്ക് കുറച്ച് കൂടുതൽ നോളജ് കിട്ടുന്ന ഒരു ഏരിയ ആയിരിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. സോ അങ്ങനെയാണ് ഞാൻ ജർമ്മനി എന്നൊരു രാജ്യം പ്രിഫർ ചെയ്തത്. കാരണം ജർമ്മനിയിൽ ഈ പറയുന്ന അഡ്വാൻസ് ടെക്നോളജി, അതുപോലെ തന്നെ നമ്മുടെ പാരൻ്റ് MNCs ആയിട്ട് BMW, ബെൻസ്, അതുപോലെ തന്നെ നമ്മുടെ ബോഷൊക്കെ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് ഞാൻ ജർമ്മനി എൻ്റെ മാസ്റ്റേഴ്സ് പ്രിഫർ ചെയ്യാൻ ഒരു കൺട്രിയാണ്. അതുപോലെ തന്നെ അവിടുത്തെ റെപ്യൂട്ടഡ് യൂണിവേഴ്സിറ്റീസ്, അതൊക്കെയാണ് ഞാൻ ജർമ്മനി പ്രിഫർ ചെയ്തത്. സോ ജർമ്മനിയിൽ മാസ്റ്റേഴ്സ് അപ്ലൈ ചെയ്യുന്ന എപ്പോഴും ഒരു ഒരു പ്രോസസ്സാണ്. പക്ഷേ എന്നിരുന്നാലും അതിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. ഞാനൊരു ഇൻട്രോവേർട്ടായിട്ടുള്ളൊരു പേഴ്സൺ ആയിരുന്നു. എനിക്ക് അങ്ങനെ വലിയ നെറ്റ്വർക്കിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ ഫ്രണ്ട്സോ അങ്ങനെ ആരും എനിക്ക് പുറത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അതെനിക്ക് വളരെ ഒരു ബുദ്ധിമുട്ടായിട്ടൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ മാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രോസസ്സ്, എനിക്കൊരു സപ്പോർട്ട് സർവീസ് പോലെ ഞാൻ ഒരു ഏജൻസിനെ ഏൽപ്പിച്ചത്. മീൻസ് ഞാൻ റിസർച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് ഏജൻസീസ് നോക്കിക്കഴിഞ്ഞപ്പം അവരുടെ പ്രോസസ്സ് എനിക്ക് അത്ര വലിയ ട്രാൻസ്പെറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർ ഒരു ലെവൽ വിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. എനിക്ക് എന്തൊക്കെ കോഴ്സ് വേണം ഞാൻ അവരോട് പറയുമ്പോൾ ഞാൻ അത്യാവശ്യം ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. എൻ്റെ മാസ്റ്റേഴ്സ് ഏതൊക്കെ വേണം, എനിക്ക് ഏതൊക്കെ സ്പെഷ്യലൈസേഷൻ വേണം, ഏതൊക്കെ യൂണിവേഴ്സിറ്റി വേണം എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ അത്യാവശ്യം ഒരു റിസർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഈ പറയുന്ന ഏജൻസീസ് എനിക്ക് അങ്ങനെ ഒരു ബ്രോഡായിട്ടുള്ളൊരു ഐഡിയ എനിക്ക് അവർ തന്നില്ല. അവരുടെ എന്തൊരു ഇൻഫർമേഷനായിട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ ഫീൽ ചെയ്തു. സോ അങ്ങനെയൊക്കെ സമയത്താണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ 30 minutes ഫ്രീ സെക്ഷൻ, കൗൺസിലിംഗ് സെക്ഷൻ പ്രൊവൈഡഡ് ബൈ N-Minds ഞാൻ കണ്ടത്. റിലേറ്റഡ് ടു മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനിനെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ അതിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ ആ കൗൺസിലിംഗ് സെക്ഷൻ ബുക്ക് ചെയ്തു. ഷാമിദ് സാറിൻ്റെ ഫ്രീ കൗൺസിലിംഗ് സെക്ഷൻ ആയിരുന്നു അത്. ഏകദേശം മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനിയെ കുറിച്ച് ബ്രോഡായിട്ടുള്ള ഒരു ഐഡിയ മൊത്തത്തിൽ അതിൽ പറയുന്നുണ്ടായി. അപ്പോൾ ആ സെക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം എനിക്ക് മനസ്സിലായി ഞാൻ റിസർച്ച് ചെയ്ത ഏരിയയും അതുപോലെ തന്നെ N-Minds എനിക്ക് പറഞ്ഞു തന്ന ഏരിയയും തമ്മിൽ എനിക്ക് അലൈൻ ചെയ്ത് വെക്കാൻ പറ്റി. അങ്ങനെ അവരുടെ സപ്പോർട്ട് സർവീസ്, N-Mindsൻ്റെ സപ്പോർട്ട് സർവീസ് ആയിട്ടുള്ളൊരു പാക്കേജാണ് ഞാൻ എടുത്തത്. അതിൽ തന്നെ എനിക്ക് ഏകദേശം എല്ലാ രീതിയിലുള്ള ഹെൽപ്പ് അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ഇൻ ദ കേസ് ഓഫ് ലെറ്റർ ഓഫ് മോട്ടിവേഷൻ, അതുപോലെ തന്നെ ലെറ്റർ ഓഫ് റെക്കമെൻഡേഷൻ, പിന്നെ അതുപോലെ നമ്മുടെ വിസ പ്രോസസ്സിങ്ങിൻ്റെ കേസസൊക്കെ എല്ലാത്തിനും വേണ്ടിയിട്ട് എനിക്കൊരു സപ്പോർട്ട് സർവീസ് തന്നെ N-Minds എനിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഏരിയ എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി. കാരണം എനിക്ക് വേറൊരു പ്രോസസ്സ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ജർമ്മനിയുടെ പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഏർപ്പെട്ടായിരുന്നു. അപ്പം ആ ഒരു ബുദ്ധിമുട്ട് സമയത്താണെങ്കിൽ പോലും ഞാനൊരു മെസ്സേജ് അയച്ചാൽ അല്ലെങ്കിൽ ഞാനൊരു കോൾ ചെയ്താൽ തന്നെ N-Mindsലെ ഏതെങ്കിലും ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഈവൻ ഷാമിദ് സാർ പോലും എന്നെ കോൾ അറ്റൻഡ് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു സിറ്റുവേഷൻ വേണ്ടിയിട്ട്. ആൻഡ് ഐ എം റിയലി താങ്ക്ഫുൾ ഫോർ ദാറ്റ്. ഇപ്പോൾ കറൻ്റ്ലി എനിക്ക് ഏകദേശം 4 ഓഫർ ലെറ്റേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ 2024 4 പ്രസ്റ്റീജിയസ് യൂണിവേഴ്സിറ്റീസിൽ നിന്നാണ് വന്നത്. അതിൽ ഞാൻ ഇപ്പം അക്സെപ്റ്റ് ചെയ്തേക്കുന്നത് TU ഫ്രൈബർഗിലെ മെക്കാനിക്കൽ ആൻഡ് പ്രോസസ് എഞ്ചിനീയറിംഗ് കോഴ്സാണ്. അത് അത്യാവശ്യം ടഫാണ് ആ കോഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് N-Minds അതെനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റി. ആൻഡ് ദേ ഹാവ് ഓഫേർഡ് മീ വൺ ഓഫ് ദ സീറ്റ് ഫോർ ദിസ് അപ്കമിങ് വിൻ്റർ 2024. ആൻഡ് റീസെൻ്റായിട്ട് ഞാനിപ്പം എൻ്റെ ഒരു ചേഞ്ച് എനിക്ക് ബാക്കിയുള്ളവർ എത്തിക്കണം എന്ന് എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഫോർ ദാറ്റ് റീസൺ ഞാനിപ്പം N-Mindsൽ CRM പൊസിഷനിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നു, ആസ് കസ്റ്റമേഴ്സ് റിലേഷൻസ് മാനേജ്മെൻറ്റ് പൊസിഷനിലായിട്ട്. സോ എൻ്റെ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ബാക്കിയുള്ളവരിലേക്ക് എക്സ്പീരിയൻസ് ത്രൂ N-Minds എനിക്ക് അത് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ അവരെ ഹെൽപ്പ് ചെയ്യാനും. കാരണം ഇത് ഇത്ര ഹെക്റ്റിക് പ്രോസസ്സ് ആണെങ്കിൽ പോലും ഈ പറയുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള രീതി നടത്താനുള്ള പ്രോസസ്സാണ്. അല്ലാതെ ആരുടെ അടുത്തൊന്നും ഹൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ പറയുന്ന എന്താ പറയുക ബുദ്ധിമുട്ടുകൾ ഏൽപ്പിക്കാനുള്ളൊരു പ്രോസസ്സേ അല്ല. സോ അതിൻ്റെ എല്ലാ ഇൻഫോർമേഷൻസും ഷെയർ ചെയ്തുകൊണ്ട് N-Mindsൻ്റെ കൂടെ എനിക്കിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. താങ്ക് യു N-Minds.